പ്രിയ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി മോദിജി കുറച്ചു മുമ്പ് മുൻകൂട്ടി സെറ്റിട്ട് ഏർപ്പാടാക്കിയ ഒരു TV അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു: ഇന്ത്യയുടെ നാരീശക്തിയാണ്, എൻ്റെ അമ്മമാരും സഹോദരിമാരുമാണ് എൻ്റെ സുരക്ഷാ കവചം. അവരുടെ സംരക്ഷണവും ശാക്തീകരണവുമാണ് എൻ്റെ ഏറ്റവും പ്രധാന മുൻഗണന. മോദിജി ഈ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യവും വസ്തുതകളും നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ പ്രധാനമന്ത്രി 100 കോടി രൂപ തുടക്കത്തിൽ വകയിരുത്തി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അഥവാ പെൺമക്കളെ രക്ഷിക്കൂ പെൺമക്കളെ പഠിപ്പിക്കൂ എന്ന പദ്ധതി 2015 ജനുവരി 22 ഹരിയാനയിലെ പാനിപ്പത്തിൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ സ്ത്രീ സുരക്ഷയിലും ശാക്തീകരണത്തിലും അതൊരു വിപ്ലവം സൃഷ്ടിക്കുമെന്നാണ് അരക്ഷിതരായ നമ്മുടെ അമ്മ പെങ്ങന്മാർ കരുതിയത്. 2016 ഓഗസ്റ്റിൽ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടി മെഡൽ നേടിയ സുപ്രസിദ്ധ വനിതാ ഗുസ്തി താരം സാക്ഷി മാലിക്കിനെ ബേട്ടി ബച്ചാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായി 2016 തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? ആദ്യം ഇന്ത്യയുടെ പെൺമക്കളെ സംബന്ധിച്ച അല്പം സ്ഥിതിവിവര കണക്കുകൾ പരിശോധിക്കാം. ഇന്ത്യയിലെ സ്ത്രീ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് ബലാത്സംഗം. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2021 വാർഷിക റിപ്പോർട്ട് പ്രകാരം മോദിജി ഭരിക്കുന്ന ബേട്ടി ബച്ചാവോ ഇന്ത്യയിൽ ഓരോ ദിവസവും ശരാശരി 87 സ്ത്രീകൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ മണിക്കൂറിലും 3.63 വനിതകൾ ലൈംഗിക പീഡനം നേരിടുന്നു. ഓരോ 17 മിനിറ്റിലും മോദിജിയുടെ ഡിജിറ്റൽ ഇന്ത്യയിൽ ശരാശരി ഒരു നാരീശക്തി ബലാത്സംഗത്തിന് ഇരയാവുന്നു. ലൈംഗിക പീഡനങ്ങളിൽ 89% ഇരയ്ക്ക് പരിചയമുള്ളവരോ ബന്ധുക്കളോ അയൽവാസികളോ ആണ്. ആകെയുള്ള ബലാത്സംഗ ഇരകളിൽ 10% പ്രായപൂർത്തിയാകാത്തവരാണ്. 2020 NCRB വാർഷിക റിപ്പോർട്ട് പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഓരോ ദിനവും ബലാത്സംഗത്തിന് വിധേയരാവുന്ന വനിതകളുടെ ശരാശരി എണ്ണം 77 ആയിരുന്നു. അതായത് മോദിജിയുടെ ബേട്ടി ബച്ചാവോ പദ്ധതി 2015 മുതൽ കോടികൾ ചിലവഴിച്ച് ഇന്ത്യയിൽ ഉടനീളം നടപ്പാക്കിയിട്ടും 2020 കണക്കുകളെ അപേക്ഷിച്ച് 2021 സ്ത്രീകൾക്കെതിരായ ബലാത്സംഗം 13% വർദ്ധിച്ചിരിക്കുന്നു. 2021 NCRB റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ നാരീശക്തിക്കെതിരെ ഏറ്റവും അധികം ക്രൂര ബലാത്സംഗം നടന്ന സംസ്ഥാനം രാജസ്ഥാനും, 2ാം സ്ഥാനത്ത് മധ്യപ്രദേശും, 3ാം സ്ഥാനത്ത് ഉത്തർപ്രദേശുമാണ്. ഈ 3 വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് നാരീശക്തി പ്രസംഗിക്കുന്ന മോദിജിയുടെ BJP ആണെന്നത് യാദൃച്ഛികമാണോ? ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ സ്ത്രീകൾക്കെതിരെ ഏറ്റവും അധികം ബലാത്സംഗം നടക്കുന്നത് നമ്മുടെ മോദിജിയുടെ സ്വന്തം പോലീസ് ക്രമസമാധാന പാലനം നിർവഹിക്കുന്ന രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ തന്നെയാണ് എന്നത് മറ്റൊരു യാദൃച്ഛികതയാണോ? ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ നിന്നുള്ള BJP MPയും UP BJP നേതാവും ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ ദേശീയ പ്രസിഡന്റുമായിരുന്ന 67കാരനായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് അന്താരാഷ്ട്ര മെഡലുകൾ പൊരുതി നേടിയ ഇന്ത്യയുടെ 6 വനിതാ ഗുസ്തി താരങ്ങളെ 2016 മുതൽ 2019 വരെ തുടർച്ചയായി ഇന്ത്യയിലും വിദേശത്തും വെച്ച് ലൈംഗിക പീഡനം നടത്തിയെന്ന കൂട്ടപ്പരാതിയിൽ BJP കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസ് ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്യാനോ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാനോ മോദി സർക്കാർ അയാളെ പദവിയിൽ നിന്ന് നീക്കാനോ MP സ്ഥാനം രാജിവെപ്പിക്കാനോ BJPയിൽ നിന്ന് പുറത്താക്കാനോ ഈ ബലാത്സംഗിക്കെതിരെ കർശന നിയമ നടപടികൾ എടുക്കാനോ തയ്യാറാകാത്തതിനെ തുടർന്ന് ബേട്ടി ബച്ചാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ കൂടിയായ ഒളിമ്പ്യൻ സാക്ഷി മാലിക്, വിനേഷ് ഫോഗട്ട്, സംഗീത ഫോഗട്ട്, ബജ്രംഗ് പുനിയ എന്നിവർ അടക്കമുള്ള 30ഓളം പുരുഷ വനിത ദേശീയ ഗുസ്തി താരങ്ങൾക്ക് 2023 ജനുവരി മുതൽ ജൂൺ വരെ മാസങ്ങളോളം തെരുവിൽ ശക്തമായ സമരം നടത്തേണ്ടി വന്നു എന്നത് മോദി സർക്കാരിന്റെ ബേട്ടി ബച്ചാവോ പദ്ധതിയുടെയും നാരീശക്തി വാചകമടിയുടെയും കാപട്യം വെളിപ്പെടുത്തുന്നു. 6 പീഡന ഇരകളിൽ ഒരു ഗുസ്തി താരം പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയായതിനാൽ BJP MPക്കെതിരെ ഗുരുതരമായ പോക്സോ കേസും ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര ഭരണ സ്വാധീനവും ഇരയെയും കുടുംബത്തെയും നിരന്തരം ഭീഷണിപ്പെടുത്തലും വഴി പോക്സോ കേസ് പിൻവലിക്കപ്പെട്ടു. 1987 മുതൽ UP BJP നേതാവും 91 മുതൽ BJPയുടെ സ്ഥിരം പാർലമെന്റ് മെമ്പറും മോഷണം, പിടിച്ചുപറി, കൊള്ള, ഭീഷണിപ്പെടുത്തൽ, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതക ശ്രമം, കലാപം, ഗുണ്ടായിസം മുതലായ ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് IPCയും UP ഗുണ്ട ആക്ടും അടക്കം വിവിധ വകുപ്പുകളിൽ 38ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന ഈ മഹാൻ അധോലോക നായകൻ ദാവൂദിന്റെ സംഘത്തിലെ പ്രൊഫഷണൽ കൊലയാളികളെ സഹായിച്ചതിന് ടാഡ ഭീകര കുറ്റകൃത്യ നിയമപ്രകാരം ജയിലിൽ കിടന്ന ദേശസ്നേഹി കൂടിയാണ്.
എന്നാൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയിലെ ഉന്നത രാഷ്ട്രീയ സ്വാധീനം മിക്ക കേസുകളിൽ നിന്നും ഈ മഹാന് രക്ഷപ്പെടുത്തി. 2023 മെയ്യിൽ ഈ ലൈംഗിക പീഡകനെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം സമരം ചെയ്യുന്ന ഭാരതത്തിന്റെ സാക്ഷി മാലിക് അടക്കമുള്ള നാരീശക്തിയെ മോദിജിയുടെ ഡൽഹി പോലീസ് കൗരവ സഭയിലെ ദുശാസനനെ പോലെ പൊതുനിരത്തിൽ ക്രൂരമായി വലിച്ചിഴക്കുകയും അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്തി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയും ലോക ഗുസ്തി ഫെഡറേഷനും ബ്രിജ്ഭൂഷണെതിരായ പീഡനക്കേസിൽ അടിയന്തര അന്വേഷണം നടത്തി കർശന നടപടികളെടുക്കാൻ മോദി സർക്കാരിനോട് ആവശ്യപ്പെടുകയും നീതിക്ക് വേണ്ടി സമരം ചെയ്ത കായിക താരങ്ങളെ വളരെ മോശമായി കൈകാര്യം ചെയ്തതിനെ ശക്തമായി അപലപിക്കുകയും ചെയ്തു. മാസങ്ങൾ നീണ്ട കടുത്ത സമരങ്ങൾക്ക് ശേഷം മാത്രമാണ് സുപ്രീം കോടതിയുടെ ഇടപെടലും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും അടക്കം നിവൃത്തിയില്ലാതെ BJP MP ബ്രിജ്ഭൂഷനെ ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് നീക്കുകയും ലൈംഗിക പീഡനത്തിന് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. അപ്പോഴും ബേട്ടി ബച്ചാവോ പ്രസംഗിക്കുന്ന മോദി സർക്കാർ ഇന്നുവരെ ഈ സ്ത്രീ പീഡന ഭീകരനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. മോദി സർക്കാരിന്റെ നാരീശക്തിയോടുള്ള ഈ കപട നിലപാടിനുള്ള തിരിച്ചടിയായി ഈ 2024 മെയ് 10 ഡൽഹി ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി ബ്രിജ്ഭൂഷണെതിരെ 5 ദേശീയ വനിതാ ഗുസ്തി താരങ്ങളുടെ ലൈംഗിക പീഡന പരാതികളിലും വേണ്ടത്ര തെളിവുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബ്രിജ്ഭൂഷന് മേൽ ലൈംഗിക പീഡന കുറ്റം ചുമത്തി എന്നത് നീതിപീഠത്തിൽ വിശ്വസിക്കുന്ന സാധാരണക്കാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നു. എന്നിട്ടും മോദിജിയുടെ സോ കോൾഡ് ബേട്ടി ബച്ചാവോ BJP സർക്കാർ ഈ ലൈംഗിക പീഡന ഭീകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതിനും പകരം അയാളുടെ മകന് UPയിൽ BJP ലോക്സഭാ സീറ്റ് സമ്മാനിച്ച് ഇന്ത്യൻ നാരീശക്തിയെയും ലൈംഗിക പീഡന ഇരകളെയും അപമാനിക്കുകയാണ് ചെയ്തത്. ബംഗാളിൽ രാജ്ഭവനിലെ കരാർ ജീവനക്കാരിയെ പീഡിപ്പിച്ചെന്ന ഇരയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടും ധാർമ്മികതയുടെ പേരിൽ ഗവർണർ സ്ഥാനം രാജിവെച്ച് പോലീസ് അന്വേഷണം നേരിടാൻ തയ്യാറാകാതെ ഭരണഘടനാ പരിരക്ഷ ദുരുപയോഗം ചെയ്യാൻ മടിക്കാത്ത BJPയുടെ ബംഗാൾ ഗവർണർ മലയാളിയായ ഡോക്ടർ CV ആനന്ദബോസ് IAS മുതൽ മോദിജി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ബലാത്സംഗി ഭീകരർ നടത്തിയ ക്രൂരമായ ഗുജറാത്ത് മുസ്ലിം വംശഹത്യക്കിടെ സംഭവിച്ച ഗർഭിണിയായിരുന്ന ബിൽക്കീസ് ബാനുവിന്റെ മൃഗീയമായ കൂട്ടബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊടും കുറ്റവാളികളെ ഗുജറാത്ത് BJP സർക്കാർ തടവറയിൽ നിന്ന് വെറുതെ വിട്ടതും സംഘികൾ അവരെ പൂമാല അണിയിച്ച് വരവേറ്റതും അവസാനം സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രം ബലാത്സംഗികൾ വീണ്ടും ഇരുമ്പഴിക്കകത്തായതും വരെ പരിശോധിച്ചാൽ ബേട്ടി ബച്ചാവോ അഥവാ പെൺമക്കളെ രക്ഷിക്കൂ എന്നാണോ, അതോ ബലാത്സംഗി ബച്ചാവോ അഥവാ നമ്മുടെ പെൺമക്കളെ ബലാത്സംഗം ചെയ്യുന്നവരെ സംരക്ഷിക്കൂ എന്നാണോ മോദിജിയുടെയും കേന്ദ്രത്തിൻ്റെയും നിലപാട് എന്ന് നിഷ്കളങ്കരായ സാധാരണ ഇന്ത്യൻ പൗരന്മാർക്ക് സംശയം തോന്നിപ്പോകും. സ്ത്രീ പീഡന ആരോപണവും പോലീസ് കേസും നേരിടുന്ന ബംഗാൾ ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള ധാർമ്മിക ബാധ്യത മോദി സർക്കാർ ഇനിയും നിർവഹിച്ചിട്ടില്ല എന്നത് മോദിജിയുടെ നാരീശക്തി പ്രസംഗത്തിന്റെ പൊള്ളത്തരം വെളിവാക്കുന്നു. കർണാടകയിൽ 2976 ലൈംഗിക പീഡന വീഡിയോകളിൽ സ്വയം നായകനും സംവിധായകനുമായ 68-കാരിയായ വൃദ്ധ വേലക്കാരിയെ പോലും ക്രൂരമായി ബലാത്സംഗം ചെയ്ത സ്ത്രീ പീഡന ഭീകരനും കാമഭ്രാന്തനും കർണാടകയിലെ ഹാസൻ ലോക്സഭാ മണ്ഡലത്തിലെ BJP സഖ്യ സ്ഥാനാർത്ഥിയും ആർക്കുവേണ്ടിയാണോ മോദിജി കർണാടകയിൽ നേരിട്ടെത്തി തിരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചതുമായ അതേ MP പ്രജ്വൽ രേവണ്ണ എന്ന സെക്ഷൽ സൈക്കോപാത്ത് ഇന്നും ശിക്ഷിക്കപ്പെടാതെ മോദിയുടെയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെയും സഖ്യ സ്ഥാനാർത്ഥിയായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം കാത്ത് വിലസുന്നു. ജമ്മു കാശ്മീരിലെ കത്തുവയിലെ ആസിഫയെ മനുഷ്യത്വമുള്ള ഏതൊരു ഇന്ത്യക്കാരനും മറക്കാൻ കഴിയുമോ? ബേട്ടി ബച്ചാവോ നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിക്കുന്ന മോദിജിയുടെ BJP സർക്കാർ ഭരിക്കുന്ന ഇന്ത്യയിൽ BJP സഖ്യം ഭരിച്ചിരുന്ന ജമ്മു കാശ്മീരിൽ 2018 ജനുവരിയിൽ ജമ്മുവിനടുത്ത് കത്വയിലെ രസാന ഗ്രാമത്തിലെ വെറും 8 വയസ്സുള്ള നാടോടി മുസ്ലിം ബാലികയെ രസാന ഗ്രാമത്തിലെ ബാബ കാളിവീർ ക്ഷേത്രത്തിലെ പൂജാരിയും ബ്രാഹ്മണ കുടുംബാംഗവുമായ 60 വയസ്സുള്ള സഞ്ജീറാമും കൂട്ടുകാരും ചേർന്ന് തട്ടിക്കൊണ്ടുപോവുകയും ബാബ കാളിവീർ അമ്പലത്തിൽ ഒരാഴ്ച തടവിൽ പാർപ്പിച്ച് സഞ്ജീറാമും മകനും പ്രായപൂർത്തിയാകാത്ത എന്നവകാശപ്പെട്ട മരുമകനും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള 8 ബലാത്സംഗി മനുഷ്യ മൃഗങ്ങൾ പിഞ്ചു ബാലികയെ മയക്കുമരുന്ന് കഴിപ്പിച്ച് ക്ഷേത്രത്തിൽ വെച്ച് ഒരാഴ്ചയോളം തുടർച്ചയായി മൃഗീയമായി കൂട്ടബലാത്സംഗം ചെയ്യുകയും പ്രത്യേക പൂജകൾ നടത്തുകയും അവസാനം ശ്വാസം മുട്ടിച്ചും പാറക്കല്ലുകൊണ്ട് തലക്കടിച്ചും ക്രൂരമായി കൊന്ന് വലിച്ചെറിഞ്ഞത് മതേതര ഇന്ത്യയിലെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഭീകരതയായിരുന്നു.
ഈ ബലാത്സംഗി ഭീകരരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനും ഈ കൊടും കുറ്റവാളികളെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ട് സമരം ചെയ്യാനും നേതൃത്വം നൽകിയത് ജമ്മു കാശ്മീരിലെ BJP മന്ത്രിമാരായ ലാൽ സിംഗ്, ചന്ദർ പ്രകാശ് എന്നിവരായിരുന്നു. ഈ ബലാത്സംഗി ക്രിമിനലുകളെ രക്ഷിക്കാൻ ഹിന്ദു ഏക്താ മഞ്ച് എന്ന വർഗീയ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടതും മതേതര ഭാരതത്തെ ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ വരെ മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെന്റിനോട് കുറ്റവാളികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിഞ്ചു ബാലികയ്ക്ക് നീതി ലഭിക്കണമെന്ന് വാദിച്ച് കേരളത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ദീപക് ശങ്കരനാരായണൻ എന്ന സ്വകാര്യ IT കമ്പനി ഉദ്യോഗസ്ഥനെതിരെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അനുഭാവികൾ ലജ്ജാകരമായ ഓൺലൈൻ പ്രതിഷേധം നടത്തിയിരുന്നു. ഇതെല്ലാം തെളിയിച്ചത് കത്വ കൂട്ടബലാത്സംഗ കേസിലും സ്ത്രീ സുരക്ഷയിലും ബേട്ടി ബച്ചാവോ പദ്ധതിയിലും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നിലപാടിലെ കാവ്യ കാപട്യം തന്നെ ആയിരുന്നു.